നമസ്കാരം കൂട്ടുകാരെ, ഏവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിന്റെ മലു മാർക്കറ്റ് പ്രൊഫൈൽ വീക്കിലി മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. ആഴ്ച വളരെ സംഭവബഹുലമായ ആയിരുന്നു. നമ്മുടെ മാർക്കറ്റ് പ്ലസിലായിരുന്നു ഓപ്പൺ ചെയ്തതെങ്കിൽ കൂടെ വീക്കിലി വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ ഡൗൺവേർഡ് സൈഡിലാണ് ഈ വീക്ക് മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നത്. നമ്മുടെ നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഏകദേശം പറഞ്ഞാൽ മൺഡേയില് 51,820 പിറ്റേ അതായത് 51,885 വരെ ഹൈ പോയ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ക്ലോസ് ചെയ്തിരിക്കുന്നത് 5781-ലും. നിഫ്റ്റി ഫ്യൂച്ചർ 25,420 വരെ ഹൈ പോയ സാധനം നിഫ്റ്റി ഫ്യൂച്ചർ ക്ലോസ് ചെയ്തിരിക്കുന്നത് 25,906-ലാണ്. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ കൃത്യമായി നിങ്ങൾക്ക് അറിയാൻ പറ്റും. ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി ഒരു ഒരു ഇതൊരു ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആണ്. ബാങ്ക് നിഫ്റ്റിയുടെ ഇത് പ്രകാരം ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആയിരുന്നു ബാങ്ക് നിഫ്റ്റി വീക്കിലി സ്ട്രക്ചർ പ്രകാരവും. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നോർമൽ വേരിയേഷൻ ഡൗൺ ആണ് സ്ട്രക്ചർ പ്രകാരം ഉള്ളത്. ഇപ്പം ബാങ്ക് നിഫ്റ്റിക്ക് ന്യൂട്രൽ എക്സ്ട്രീം ഡൗണും വിത്ത് എൻ ഫെയിൽഡ് ഓപ്ഷൻ ഉണ്ട്. വീക്കിലി ഫെയിൽഡ് ഓപ്ഷൻ അറ്റ് 51,885-ലും. നിഫ്റ്റിയെ സംബന്ധിച്ച് നോർമൽ വേരിയേഷൻ ഡൗൺ ആണ്. അപ്പൊ അതുകൊണ്ട് രണ്ട് സ്ട്രക്ചറാണ് മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരമുള്ള ഒരു ടൈപ്പ് ഓഫ് സ്ട്രക്ചർ. അതാണ് ന്യൂട്രൽ എക്സ്ട്രീം ഡൗണോ അല്ലെങ്കിൽ ന്യൂട്രൽ എക്സ്ട്രീം അപ്പോ, ന്യൂട്രൽ എക്സ്ട്രീം ആൻഡ് നോർമൽ വേരിയേഷൻ. അപ്പൊ നിങ്ങളൊരു കാര്യം ഓർക്കുക, നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിന്റെ പോഡ്കാസ്റ്റിനായ പഴയ ഒരു വീഡിയോസ് ഉണ്ട്. പോഡ്കാസ്റ്റിന് ഏകദേശം 10ഓളം വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ ഡേ ടൈപ്പുകളെ കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഡേ ടൈപ്പ് തന്നെയാണ് വീക്ക് ടൈപ്പ്. സോ ന്യൂട്രൽ എക്സ്ട്രീമിനെ കുറിച്ചും നോർമൽ വേരിയേഷനെ കുറിച്ചുള്ള വ്യക്തമായ വീഡിയോ അതിലുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ എടുത്ത് കാണുക, അത് കേൾക്കുക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ടെലിഗ്രാമിൽ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി. അപ്പം സ്വാഭാവികമായിട്ട് നിങ്ങൾ ഓർത്തോളൂ. അപ്പം രണ്ട് എക്സ്ട്രീമിലേക്കാണ് മാർക്കറ്റ് പ്രൊഫൈലിനെ സ്ട്രക്ചർ ബേസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും വളരെയധികം ഇമ്പോർട്ടന്റ് ആയ കുറച്ച് കാര്യങ്ങളാണ് ഇത് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ കഴിഞ്ഞ ആഴ്ച വളരെ സംഭവബഹുലമായ കുറെ കാര്യങ്ങൾ അമേരിക്കൻ മാർക്കറ്റിൽ സംഭവിക്കുകയും അമേരിക്കൻ മാർക്കറ്റ് അനുസരിച്ച് ബിഹേവ് ചെയ്ത് ഏകദേശം പറയുകയാണെങ്കിൽ ഡൗ ജോൺസ് 40,345 ഭാഗത്താണ് ക്ലോസ് ചെയ്യുന്നത്. കഴിഞ്ഞ 2 ദിവസം അടിച്ചടിച്ച് ഇറങ്ങി നമ്മുടെ 1-2 സപ്പോർട്ട് സോണായ 40,345 ഭാഗത്ത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഡൗ ജോൺസ് എന്റെ ഒരു കണക്ക് പ്രകാരം 40,066 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ഒരു പോക്കായിരിക്കും കാണുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് ഡൗ ജോൺസ് സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസും വളരെയധികം കൂടുതലായിരിക്കും. ഇപ്പൊ സ്വാഭാവികമായും ഡൗ ജോൺസ് നല്ല വീക്കിലി ബെയറിഷ് ക്ലോസ് ആണ് വന്നേക്കുന്നത് ഡെയിലി വെച്ച് നോക്കുമ്പോഴും. അതേപോലെ S&P ഫിഗർ അതും നല്ലൊരു രീതിയിൽ ഡൗൺവേർഡ് ഫിഗർ ആണുള്ളത്. അപ്പൊ അത് നിങ്ങളൊരു കാര്യം ഓർത്തോളുക. ഇപ്പൊ നല്ലൊരു സെൽ ഓഫ് മാർക്കറ്റിലേക്ക് വന്ന് ഡേറ്റയുടെ നെഗറ്റീവ് കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടും പിന്നെ അമേരിക്കൻ എക്കണോമി റിസഷനിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ ഒരു ന്യൂസ് വീണ്ടും പൊടുതെട്ടി വന്നത് കാരണവും. രണ്ടാമത് 0.25 തന്നെയാണ് റേറ്റ് കട്ട് എന്ന് ഒരു മാർക്കറ്റ് സ്ട്രീറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പം 0.25 ആയതുകൊണ്ട് ഇത് ആൾറെഡി ന്യൂസ്ഡ് ആയ കാര്യമാണ്, അതായത് ഫാക്റ്റഡ് ആയ കാര്യമായതുകൊണ്ട് അതും വേണമെങ്കിൽ ഈ മാർക്കറ്റിനെ വീക്ക്നെസ്സിനെ ബാധിക്കാൻ കാരണമാണ്. അതുകൂടാതെ നമ്മുടെ നാസ്ഡാക്കില് നമ്മളെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എൻവിഡിയയുടെ സ്റ്റോക്ക് നല്ല നാസ്ഡാക്ക് ഇന്നലെ 580, അതായത് ഏറ്റവും കൂടുതൽ അടിച്ചത് നാസ്ഡാക്കിന്റെ സ്റ്റോക്കാണ്. 2.6 നാസ്ഡാക്കാണ് അടിച്ചത് 2.69%. യുഎസിന്റെ ഡൗ ജോൺസ് നോക്കിയാൽ 1%, 1.5% ഡൗ ജോൺസ് വീക്ക് ആയിരുന്നു. S&P ഏകദേശം എത്രയാണ് 1.7%, ഫ്യൂച്ചറും സ്പോട്ട് വന്ന് ഓൾമോസ്റ്റ് 2% സ്പോട്ടും ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഫ്യൂച്ചറും സ്പോട്ടും തമ്മിൽ വളരെയധികം വീക്കാണ്. അതുകൂടാതെ അമേരിക്കയുടെ വിക്സ് വന്ന് ഏകദേശം നോക്കുകയാണെങ്കിൽ 22, അതായത് 0.3, അതായത് 2.5% അപ്പിലാണ് അവൻ തിരിച്ച് വീണ്ടും ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയുടെ വിക്സ് വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വിക്സ് വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഏകദേശം പറയുകയാണെങ്കിൽ 15 നിയറിലാണ് നമ്മുടെ ഇന്ത്യയുടെ വിക്സും ക്ലോസ് ചെയ്ത് വെച്ച് നിൽക്കുന്നത്. അപ്പം ഇന്ത്യ വിക്സ് 51.2.5 എന്ന് പറഞ്ഞാൽ ആ ഒരു റേഞ്ചിന്റെ ഭാഗത്താണ് ഇന്ത്യയുടെ വിക്സും ക്ലോസ് ചെയ്തത്. അപ്പൊ നമ്മളും വിക്സ് കൂടുന്നത് ഓട്ടോമാറ്റിക്കായി നോക്കുമ്പോൾ ഓർത്തുള്ള ഒരു ബേറിഷ് ട്രെൻഡ് സെറ്റപ്പിലേക്ക് മാർക്കറ്റ് പോയതിനെ കുറിച്ചാണ് ഈ കാണിക്കുന്നത്. സോ അപ്പം നമ്മൾ ഇന്ന് നോക്കേണ്ടത് നമുക്ക് എന്തൊക്കെയാണ് പാരാമീറ്റർ. അപ്പൊ കഴിഞ്ഞ ആഴ്ച 2 തരം കാര്യങ്ങൾ മാർക്കറ്റിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിലും വീക്കിലി ഫെയിൽഡ് ഓപ്ഷൻ താഴെ സംഭവിച്ചു. സ്വാഭാവികമായും വീക്കിലി ഫെയിൽഡ് ഓപ്ഷൻ താഴെ സംഭവിക്കുമ്പോൾ ടാർഗറ്റ് അപ്പർ സൈഡിലായിരിക്കും. അപ്പൊ ഫെയിൽഡ് ഓപ്ഷനെ കുറിച്ച് എന്തെങ്കിലും വീഡിയോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിലെ പോഡ്കാസ്റ്റിനകത്ത് വ്യക്തമായി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളത് കേൾക്കുക.
അതെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ തംബ്ലൈനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ അവർ വ്യക്തമായി നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്നതാണ്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നിഫ്റ്റിയിൽ ഏകദേശം പറയുമെങ്കിൽ 25,113യുടെ ഭാഗത്ത് ഫ്യൂച്ചറിലും ബാങ്ക് നിഫ്റ്റിക്ക് പറയുകയാണെങ്കിൽ 50,933ന്റെ ഭാഗത്ത് ഫ്യൂച്ചറിലും ഫെയിൽഡ് ഓപ്ഷൻ വന്നു. ആ ഫെയിൽഡ് ഓപ്ഷൻ ടാർഗറ്റ് ഏകദേശം ബാങ്ക് നിഫ്റ്റിയുടെ ടാർഗറ്റ് വരുന്നത് 51,000 മുകളിലും നിഫ്റ്റിയുടെ ടാർഗറ്റ് വരുന്നത് 25,458ലുമാണ്. പക്ഷെ കഴിഞ്ഞ ആഴ്ച ഞാനത് പ്രതീക്ഷിച്ചത് കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി 25 to 420 പോകുന്ന പ്രതീക്ഷ എന്താണ്, ആ 458 വരുമെന്ന് വളരെയധികം പ്രതീക്ഷ ഉണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റി 51,885ന്റെ ഭാഗത്ത് നിൽക്കുന്നപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതെന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റി 52,000 മുകളിൽ കടന്ന് ഈ രണ്ട് FIയുടെ ടാർഗറ്റ് തരുമെന്ന് വളരെയധികം പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. പക്ഷെ എന്ത് പറ്റി, മാർക്കറ്റിൽ അമേരിക്കൻ മാർക്കറ്റിൽ ഉണ്ടായ സെൽ ഓഫ്, നല്ല ഉഗ്ര കരടികൾ വാഴുന്ന, അതായത് അടിച്ച് താന്നു വന്ന അമേരിക്കൻ മാർക്കറ്റ് നമ്മുടെ മാർക്കറ്റിനെയും താഴേക്ക് വലിച്ചു കൂട്ടി. അതായത് ഗുരുത്വാകർഷണ ബലം പോലെ താഴേക്ക് അങ്ങ് വലിച്ചു നമ്മളെയും കൂടെ, ന്യൂട്ടൺ വലിച്ച് ആപ്പിൾ തലവെന്ന പോലെ നമ്മുടെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഡൗ ജോൺസ് എന്ന ആപ്പിൾ വലിച്ച് താഴേക്ക് തള്ളിയിടുകയും ചെയ്തു. അപ്പൊ എന്ത് പറ്റി, ആ രണ്ട് FIയും ഇന്നലെ വെള്ളിയാഴ്ച ക്ലോസിംഗിന്റെ വെള്ള ബെയറിഷ് ക്ലോസിംഗ് ആയിരുന്നു. 59,33ക്ക് താഴെയാണ് നമ്മുടെ വീക്കിലി ക്ലോസ് വന്നിരിക്കുന്നത്. അതേപോലെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ ക്ലോസ് 25,133ക്ക് താഴെ, അതായത് 24,901ന്റെ ഭാഗത്താണ് നിഫ്റ്റി ക്ലോസ് ചെയ്ത ഫ്യൂച്ചർ. അതേപോലെ ബാങ്ക് നിഫ്റ്റിയും 50,781ന്റെ ഭാഗത്താണ് ക്ലോസ്. രണ്ടും നല്ല ബെയറിഷ് ക്ലോസിംഗിലാണ് തന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റും, ഈ രണ്ട് വീക്കിലി FI നെഗേറ്റ് ചെയ്തത് കാരണം നമ്മളെ സംബന്ധിച്ച് 50,933 മൈനസ് 955 നമ്മുടെ ATR. സോ എത്രയാണ്, 50,933 പ്ലസ് 950 ഏകദേശം 50, കൃത്യമായി പറയുകയാണെങ്കിൽ 51,888 52,000 മുകളിൽ വരേണ്ട ടാർഗറ്റ് വരാതെ ഇപ്പം തിരിച്ച് മാർക്കറ്റ് എന്ത് പറ്റി, ഇപ്പോഴത്തെ ATR വന്ന മാർക്കറ്റ് മൂവ്മെന്റ് കുറഞ്ഞുകൊണ്ട് 823 നമ്മളെ വീക്കിലി ATR വരുന്നത്. അപ്പൊ 50,110ലേക്ക് ആസ് ലോങ് ആസ് നമ്മളെ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ 50,933 താഴെ നിൽക്കുന്ന സമയത്ത് സ്ട്രക്ചർ പ്രകാരം 50,110ലേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് നമ്മുടെ ഫെയിൽഡ് ഓപ്ഷൻ നെഗേറ്റ് ചെയ്ത ടാർഗറ്റിലേക്കാണ്. കാരണം ഫെയിൽഡ് ഓപ്ഷൻ വന്നു, ടാർഗറ്റ് തന്നില്ല. അപ്പൊ ടാർഗറ്റ് തരാതിരിക്കുമ്പോൾ എന്ത് പറ്റും, തിരിച്ച് റിവേഴ്സ് ടാർഗറ്റ് ഉണ്ട്. ആ റിവേഴ്സ് ടാർഗറ്റ് ആയ 50,110ലേക്ക് വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് കൂടുതലാണ്. ഇനി സെക്കൻഡറി പാർട്ട് എന്ന് പറഞ്ഞാൽ നിഫ്റ്റി 25,113 വന്ന FI ടാർഗറ്റ് 25,458 ആയിരുന്നു ടാർഗറ്റ്. സോ അത് പ്രകാരം അതും ടാർഗറ്റ് തരാൻ നെഗറ്റീവ് ആയിരുന്നു. 25,113 മൈനസ് ഈ എത്ര 25,458 മൈനസ് 25,113, ഈ 345 ആണ് നമ്മുടെ ആവറേജ് ടു റേഞ്ച് വീക്കിലി. അപ്പം 25,113 മൈനസ് 345 എന്ന് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 24,760, ബാങ്ക് നിഫ്റ്റി അല്ല, നിഫ്റ്റിയെ സംബന്ധിച്ച് 24,768ലേക്ക് വരാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളെ ലക്ഷ്മണ രേഖ എന്ന് പറഞ്ഞാൽ 25,113 ബാങ്ക് നിഫ്റ്റിക്കും 50,990 നിഫ്റ്റിക്ക് 25,113, ബാങ്ക് നിഫ്റ്റിക്ക് 50,933 ആയിരിക്കും നമ്മളെ ലക്ഷ്മണ രേഖ. ഇതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും ന്യൂട്രൽ സ്ട്രക്ചറിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ല എങ്കിൽ ഞാൻ പറഞ്ഞ 24,768ഉം 50,110 എന്ന് പറഞ്ഞ ടാർഗറ്റും ബാങ്ക് നിഫ്റ്റിയും വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഇന്നലെ നമ്മളെ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് തന്നെ ഏകദേശം പറയുന്നെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ നിഫ്റ്റി നമ്മുടെ ക്ലോസ് ചെയ്തിരിക്കുന്ന വെച്ച് നോക്കുമ്പോൾ കൃത്യമായി പറയുകയാണെങ്കിൽ 24,773ന്റെ ഭാഗത്താണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നാളെ 24,773ന്റെ ഭാഗത്ത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ നെഗേറ്റ് ചെയ്ത ഫെയിൽഡ് ഓപ്ഷൻ ആയ 25,113ന്റെ ടാർഗറ്റ് ആയ 24,768 നിഫ്റ്റി ഫ്യൂച്ചർ തരുന്നതാണ്. നാളെ നമ്മൾ ഈ ലെവലിൽ മാർക്കറ്റ് തിങ്കളാഴ്ച ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആ ടാർഗറ്റിലേക്ക് തരുന്നതാണ്. സോ ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെന്റ് എങ്ങനെയായിരിക്കും അതിനെ വിത്തായിരിക്കും നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മാർക്കറ്റ് പ്രൊഫൈലിന്റെ സ്ട്രക്ചറിലേക്കും ബാക്കിയുള്ള കാര്യങ്ങളും മാർക്കറ്റ് പ്രൊഫൈൽ വെച്ചുള്ള ലെവൽസിലേക്കും നമുക്ക് വീക്കിലി അനാലിസിസിലേക്ക് നമുക്ക് എല്ലാവർക്കും കടക്കാം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ വീക്കിലി അനാലിസിസ് പ്രകാരം നിഫ്റ്റി കൃത്യമായി പറയുന്നത് നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ് നിഫ്റ്റിയിൽ. കുറച്ച് 25,131ന്റെ ഭാഗത്തും 25,055ന്റെ ഭാഗത്തും മാർക്കറ്റിൽ നല്ലൊരു സെല്ലിംഗ് വന്നു. അതുകൂടാതെ ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മുടെ നിഫ്റ്റിയുടെ വീക്കിലി പ്രൊഫൈൽ പ്രകാരം ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതുകൂടാതെ നിങ്ങൾ ഒരു കാര്യം ഓർത്തോളൂ, 25,354ന്റെ ഭാഗത്താണ് നമ്മുടെ വീക്കിലി POC സസ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ എന്താണ്, സെല്ലറിന്റെ അപ്പർ ഹാൻഡ് ഇപ്പോഴും മാർക്കറ്റിലുണ്ട്. അവർ ഇതുവരെയ്ക്കും പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറിയിട്ടില്ല. സോ 25,354ന്റെ ഭാഗത്താണ് POC കിടക്കുന്നത് കൊണ്ട് കൃത്യമായിട്ട് പറയണമെങ്കിൽ നമ്മുടെ നിഫ്റ്റി ഇനി താഴേക്ക് വരാൻ, അല്ലെങ്കിൽ ഈ വരുന്ന വീക്കിൽ അതൊരു ബാലൻസ് വീക്ക് തരാനുള്ള ചാൻസ് കൂടുതലാണ്. ഒന്നെങ്കിൽ നമ്മൾ ബാലൻസ് വീക്ക് തരാം,
അല്ല എങ്കിൽ നമ്മൾ വീണ്ടും ഡൗൺവേർഡ് ലെവലിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പൊ സിനാരിയോ നമ്പർ 1 എന്ന് പറഞ്ഞാൽ ഈ 24,848 എന്ന് പറഞ്ഞാൽ ഈ പി ഒ സി വീക്ക്ലി പി ഒ സി, അതായത് 18 ഓഗസ്റ്റിന്റെ ഈ വീക്ക്ലി പി ഒ സി നിഫ്റ്റി പ്രൊട്ടക്ട് ചെയ്യുമെങ്കിൽ താഴേക്ക് വരാം, വന്നിട്ട് വീക്ക് ഓൺ വീക്ക് ബേസിസ്, അതായത് ഡേ ക്ലോസിംഗ് ഇതിന്റെ മുകളിലേക്ക് തന്ന് ഒരു ഇതൊരു 24,848 മുകളിൽ നിഫ്റ്റി ഫ്യൂച്ചറിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു സെല്ലിങ്ങിന്റെ ഭാഗത്ത് താഴെ ലെവൽ ഒരു ഒരു ബാലൻസ് പ്രൊഫൈല് വീക്കിൽ തരാനുള്ള ചാൻസ് വീക്ക് ബേസിസ് കൂടുതലാണ്. ഇനി നമ്മൾ 24,848 താഴെ നിൽക്കുന്നുണ്ടെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ സിംഗിൾ പ്രിന്റ് ആയ 24,728 ടെസ്റ്റ് ചെയ്യാനും, അതിന് താഴെ 24,666 വരാനും, അതിന് താഴെ ഈ പറഞ്ഞ 24,600 ടെസ്റ്റ് ചെയ്യാനും, അതിന് താഴെ 24,522 ടെസ്റ്റ് ചെയ്യാനും ചാൻസ് കൂടുതലാണ്. ഇവൻച്വലി നിഫ്റ്റി ഫ്യൂച്ചറിനെ സംബന്ധിച്ച് 24,850 താഴെ നിൽക്കുന്നിടത്തോളം കാലം ഈ പി ഒ സി ആയ 24,345 എന്ന് പറഞ്ഞ പി ഒ സിയിലേക്കുള്ള ഒരു പ്രയാണം നിഫ്റ്റി വീണ്ടും പുനരാരംഭിക്കുന്നതാണ്. സോ ഓർത്തോളുക, 24,848 അല്ലെങ്കിൽ 850 എന്ന് പറഞ്ഞ ആ ഏരിയ നിഫ്റ്റി ഫ്യൂച്ചറിനെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതിന് താഴെ നിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ എഫ് എ ടാർഗറ്റ് ആയ 24,768, അതിന് താഴെ 616, അതിന് താഴെ 500, അതിന് താഴെ ഇവൻച്വലി നിഫ്റ്റി ഫ്യൂച്ചറിനെ സംബന്ധിച്ച് ഈ പി ഒ സി ആയ 24,345 ഒരു പ്രയാണം തരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇതാണ് നിഫ്റ്റി. ഇനി നമ്മൾ നോക്കേണ്ടത് നിഫ്റ്റി ഫ്യൂച്ചർ സമയത്ത് ഇനി അപ്പർ സൈഡിലേക്ക്, 25,113 അല്ലെങ്കിൽ 130 എന്ന് പറഞ്ഞ ഈ ഒരു സിംഗിൾ പോയിന്റ് മുകളിൽ തിരിച്ച് പോവുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഇനി ബൈയെ കുറിച്ച് ചിന്തിക്കാവൂ. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ 25,354 എന്ന് പറഞ്ഞ ഈ പി ഒ സി വളരെയധികം ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് എന്താണ്? നിഫ്റ്റി ഫ്യൂച്ചറിന് വളരെയധികം കൂടുതലായിരിക്കും. കാരണം യൂഷ്വലി തിരിച്ചു പോകുന്ന സമയത്ത് ഈ പി ഒ സിയുടെ ഭാഗത്തേക്ക് ഒരു റിട്രേസ്മെന്റ് തരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായതുകൊണ്ട് 25,130 എന്ന് പറഞ്ഞ ഈ സിംഗിൾ പ്രിന്റിന്റെ മുകളിൽ പാകുവാണെങ്കിൽ മാത്രമേ 25,355 എന്ന് പറഞ്ഞ ഈ ഒരു ലെവലിലേക്കുള്ള ചാൻസ് നിഫ്റ്റി ഫ്യൂച്ചർ തരണം കൂടുതലായി സംഭവിക്കാൻ സാധ്യതയുള്ളൂ. ഇതാണ് നിഫ്റ്റി ഫ്യൂച്ചറിനെ സംബന്ധിച്ച് കൂടുതൽ. അതുകൂടാതെ നമ്മുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ 24,985 ഭാഗത്താണ് നമ്മുടെ വി വാപ്പ് നിൽക്കുന്നത്. സോ 24,985 എന്ന് പറഞ്ഞ വി വാപ്പിന്റെ മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഇവൻച്വലി ഈ 25,130യും അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഇവൻച്വലി ഈ 25,355 എന്ന് പറയുന്ന ഈ ലെവലും ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് നിഫ്റ്റി ഫ്യൂച്ചറിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇതാണ് നമ്മുടെ മാർക്കറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി അടുത്ത നമുക്ക് ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പോവാം. സോ ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച സംഭവിച്ചത് കൃത്യമായി നിങ്ങൾ പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ കഴിഞ്ഞ ആഴ്ച ഒരു എന്തുവാണ് നോർമൽ ന്യൂട്രൽ എസ്റ്റിയും ഡൗൺ വിത്ത് എഫ് എ, ഏകദേശം ബാങ്ക് നിഫ്റ്റി എഫ് എ ഉണ്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ കുറെ ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ ഉണ്ട്, മൾട്ടി ഡിസ്ട്രിബ്യൂഷൻ പോലെ അതായത് ട്രിപ്പിൾ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെയാണ് ബാങ്ക് നിഫ്റ്റി സംഭവിച്ചത്. ഡിസ്ട്രിബ്യൂഷൻ വളരെ കുറവാണ് ഈ ഭാഗത്തുണ്ടെങ്കിൽ കൂടി നല്ലൊരു സെൽ ഓഫ് ഇന്നലെ ബാങ്ക് നിഫ്റ്റി വീക്കിലി ബേസ് വന്നിട്ടുണ്ട്. നിഫ്റ്റി സംഭവിച്ചതുപോലെ ബാങ്ക് നിഫ്റ്റിയിൽ 51,650 ഭാഗത്താണ് ഇപ്പോഴും നമ്മുടെ പി ഒ സി നിൽക്കുന്നത്. അതായത് 51,650 ഭാഗത്ത് ഈ പി ഒ സി നിൽക്കുന്നത് കൊണ്ട് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റിയെ സംഭവിച്ചതുപോലെ നല്ലൊരു സെൽ ഓഫും നല്ലൊരു ഡിസ്ട്രിബ്യൂഷൻ ഈ ഭാഗത്ത് നടന്നിരിക്കുന്നു. അപ്പം കൃത്യമായി പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ വി വാപ്പ് വന്നിരിക്കുന്നത് 51,122 ഭാഗത്താണ് ഈ വി വാപ്പ് വന്നിരിക്കുന്നത്. സോ 51,128 ഭാഗത്ത് മുകളിൽ ബാങ്ക് നിഫ്റ്റി പോയാൽ മാത്രമേ ഈ 51,500 ഭാഗത്തേക്കും അതിന് മുകളിൽ 51,650 ഭാഗത്തേക്കുള്ള ടെസ്റ്റ് ബാങ്ക് നിഫ്റ്റിക്ക് പോസിബിൾ ആവുള്ളൂ. ഇനി സെക്കൻഡ് സിനാരിയോ എന്ന് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി 50,933 ഭാഗത്ത് ഈ 925 ഭാഗത്ത് ഒരു സിംഗിൾ പ്രിന്റ് വീണ്ടും വീക്കിലി ബേസിസിൽ പ്രൊഫൈലിൽ വന്നിട്ടുണ്ട്. അത് പ്രകാരം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 50,616 ടെസ്റ്റ് ചെയ്തത് ഇന്നലെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ യൂഷ്വലി പറയുകയാണെങ്കിൽ വീണ്ടും 50,616. ഇനി 50,616 താഴെ ബാങ്ക് നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ 50,104 ഇവഞ്ച്വലി പറയുകയാണെങ്കിൽ ഈ പി ഒ സി ആയ അതായത് 11 ഓഗസ്റ്റിന്റെ പി ഒ സി ആയ 49,960 ഭാഗത്തേക്കുള്ള ടെസ്റ്റും ബാങ്ക് നിഫ്റ്റിക്ക് വളരെയധികം പോസിബിൾ ആണ്. സോ ഓർത്തോളുക, 50,933 താഴെ നിൽക്കുന്ന കാലം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 50,110 എന്ന് പറഞ്ഞ നെഗേറ്റഡ് എഫ് ഓപ്ഷന്റെ ടാർഗറ്റിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുമ്പം ഈ പി ഒ സി ആയ 49,960 എന്ന് പറഞ്ഞ ഈ പി ഒ സി ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. സോ നിങ്ങൾക്ക് ഓർത്തോളുക, നിഫ്റ്റിയിലെ റെഫറൻസ് സോൺ എന്ന് പറഞ്ഞാൽ 25,110
13 അല്ലെങ്കിൽ 130 എന്ന് പറഞ്ഞ ഭാഗമാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് വീക്ക്ലിയുടെ ഒരു ബുള്ളിഷ് റെഫറൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 51,128 എന്ന് പറഞ്ഞ ഭാഗമാണ് ഒരു വീക്ക്ലി ബുള്ളിഷ് റെഫറൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ഈ രണ്ട് ലെവലും ഫ്യൂച്ചർ ലെവലാണ്. ഇതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ന്യൂട്രൽ ടു നമ്മുടെ ഈ വീക്കിന്റെ ഇപ്പൊ ഈ കഴിഞ്ഞു പോയ വീക്കിന്റെ POC ആയ 51,650 ഭാഗത്തും 25,355 ഭാഗത്തേക്ക് ഒരു റിട്രസ്മെന്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇല്ല എങ്കിൽ യൂഷ്വലി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 50,933 താഴെ നിൽക്കുന്നിടത്തോളം കാലം 50,110 നിഫ്റ്റിയെ സംബന്ധിച്ച് 24,5,113 താഴെ നിൽക്കുന്നിടത്തോളം കാലം 24,768 ഭാഗത്തേക്കുള്ള ടെസ്റ്റ് വരാനുള്ള ചാൻസും വളരെയധികം കൂടുതലായിരിക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് താഴേക്ക് വരികയാണെങ്കിൽ 49,960 എന്ന് പറഞ്ഞ ബാങ്ക് നിഫ്റ്റിയുടെ POC ഒരു വിർജിൻ POC ആണ്. അതിലേക്ക് നല്ലൊരു സെൽ ഓഫ് വരണമെങ്കിൽ അതിലേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. നിഫ്റ്റിയെ സംബന്ധിച്ച് 24,350 എന്ന് പറഞ്ഞ 18 ഓഗസ്റ്റിൽ വന്ന ആ വീക്കിന്റെ POCയുടെ ഭാഗത്തേക്കുള്ള ട്രേസ്മെന്റും വളരെയധികം ചാൻസ് കൂടുതലായിരിക്കും. ഇതെല്ലാം സംഭവിക്കണമെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ സെൽ ഓഫ് വരികയും ഈ സെൽ ഓഫ് ഈ ആഴ്ച കണ്ടിന്യൂഷൻ ചെയ്യേണ്ട ആവശ്യകതയും ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ഓർത്തോളൂ. ഇതാണ് ഒരു വീക്ക്ലി ബേസിസിൽ മാർക്കറ്റിലേക്ക് വരുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് നമുക്ക് രണ്ട് HDFC ബാങ്കിന്റെ നമ്മൾ വീക്കിലി ഒരു സ്ട്രക്ചർ നോക്കാം. നമുക്ക് ബാങ്ക് നിഫ്റ്റി എയർലൈൻസിന്റെ അതായത് നിഫ്റ്റിയുടെ ഏറ്റവും വലിയ കൊമ്പന്മാരായ എയർലൈൻസിന്റെ HDFC ബാങ്കിന്റെ ഒരു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് എന്തുവാണ് മാർക്കറ്റ് ഒരു അനലൈസ് തരാൻ നിങ്ങൾക്ക് പറ്റും. സോ HDFC ബാങ്ക് കഴിഞ്ഞ ആഴ്ച നിങ്ങൾ നോക്കുകയാണെങ്കിൽ 1,525-നും 1,545-നും ഇടയ്ക്കുള്ള 20 പോയിന്റിന്റെ ഭാഗത്ത് കിടന്നാണ് HDFC ബാങ്ക് കൃത്യമായി കളിച്ചത്. സോ യൂഷ്വലി നോക്കുക HDFC ബാങ്കിനെ സംബന്ധിച്ച് ഇത് പ്യൂർലി ഒരു എന്തുവാണ് എത്ര നിങ്ങൾ കാണുമ്പോൾ ഇത് ഒരേ അടുത്തടുത്ത് ചേർന്ന് കെട്ടിപ്പിടിച്ച് കിടക്കണ പോലെ തോന്നുന്നുണ്ട്. ഇപ്പൊ HDFC ബാങ്കിനെ സംബന്ധിച്ച് 1,653, 1,610 എന്ന് പറഞ്ഞ ഈ റേഞ്ച് തന്നെ HDFC ബാങ്ക് ഈ വരുന്ന വീക്കിലും കളിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. 1,610-ന് മുകളിലോ താഴെയോ 1,653-ന് മുകളിലോ മാത്രമേ HDFC ബാങ്ക് ഇനി ഒരു നല്ലൊരു മൂവ്മെന്റ് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഇല്ല എങ്കിൽ ഇതിനിടയിൽ തന്നെ കിടന്ന് കളിക്കുന്നത് കാരണം മാർക്കറ്റില് ലിക്വിഡിറ്റിയുടെ ഒരു ക്രഞ്ച് വളരെയധികം ചാൻസ് കുറവാണ്. ഈ ഇമ്മീഡിയറ്റ് ഫോൾസ് വരികയാണെങ്കിൽ അത് ചിലപ്പോൾ റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. സോ HDFC ബാങ്കിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 1,610-ഉം 1,653-ഉം ആയിരിക്കും നമ്മുടെ ബുള്ളിഷ് ആൻഡ് ബെയറിഷ് റെഫറൻസ് വരുന്നത്. ഇപ്പം ബുള്ളിഷ് റെഫറൻസ് 1,653-ഉം ബെയറിഷ് റെഫറൻസ് 1,610 ആയിരിക്കും. 1,610-ന് താഴെ വരികയാണെങ്കിൽ 1,580-ലേക്കുള്ള ടെസ്റ്റും 1,653-ന് മുകളിൽ 1,680-ലേക്കുള്ള ടെസ്റ്റും HDFC ബാങ്കിന് വളരെയധികം പോസിബിൾ ആയിരിക്കും, ചാൻസ് കൂടുതലാണ്. HDFC ബാങ്കിന്റെ വ്യൂ. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ഏറ്റവും വലിയ കൊമ്പനും എന്തുവാണ് ബോണസ് തന്ന ചെറുക്കനുമായ റിലയൻസ് ആണ്. റിലയൻസ് കഴിഞ്ഞ വീക്കിൽ നല്ലൊരു ഡൗൺവേർഡ് വീക്ക് ആയിട്ട് റിലയൻസിന്റെ POC ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നത് 30,026-ന്റെ ഭാഗത്താണ്. റിലയൻസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവനെ സംബന്ധിച്ച് എന്തുവാണ് ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ക്രോസിംഗ് ആണ് ഈ കഴിഞ്ഞ വീക്കിൽ സംഭവിച്ചത്. സോ റിലയൻസിനെ സംബന്ധിച്ച് 2,930 എന്ന് പറഞ്ഞ ഈ ഒരു 11 ഓഗസ്റ്റിൽ വന്ന വീക്കിലി POC വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് പൊട്ടി താഴേക്ക് പോവുകയാണെങ്കിൽ 2,900 എന്ന് പറഞ്ഞ ലെവലും അതിന് താഴെ ഇവൻച്വലി ഈ POC ആയ 2,855-ലേക്കുള്ള ഒരു പ്രയാണം റിലയൻസ് തരാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ ഓർത്തോളൂ 2,930, 2,920 എന്ന് പറഞ്ഞ ഈ ഒരു റേഞ്ച് റിലയൻസിനെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് പൊട്ടി ക്ലോസ് ചെയ്യണമെങ്കിൽ ഇവൻച്വലി റിലയൻസ് 2,856 എന്ന് പറഞ്ഞ ഈ ഒരു POCയുടെ ഭാഗത്തേക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. റിലയൻസിനെ സംബന്ധിച്ച് 2,978-ന് മുകളിൽ പോയാൽ മാത്രമേ 3,024 എന്ന് പറഞ്ഞ ഈ POC POCയും ഈ 3,026-ന് മുകളിൽ പോവുകയാണെങ്കിൽ എന്താണ് റിലയൻസിന് വീണ്ടും തിരിച്ചൊരു റിവേഴ്സൽ റാലിയിലൊക്കെ ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. റിലയൻസിന്റെ ബോണസിന്റെ ഇഷ്യൂസ് കിടപ്പുള്ളത് കൊണ്ട് ന്യൂസ് ഫ്ലക്ച്വേഷൻ ആയിട്ട് വളരെയധികം ഫ്ലക്ച്വേഷൻ റിലയൻസ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ മനസ്സിൽ ഓർത്ത് വെച്ചിരിക്കുക. എല്ലാവർക്കും കൂടി നന്ദി. നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിനെ കുറിച്ചുള്ള 10 വീഡിയോകൾ അറിഞ്ഞ പോഡ്കാസ്റ്റ് നേരത്തെ ഞാനത് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് മാർക്കറ്റ് പ്രൊഫൈലിനെ കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്നും കൂടെ കാണുക, കേൾക്കുക, മൾട്ടിപ്പിൾ ആയി കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളെ തമിഴിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ വ്യക്തമായ അതിന്റെ ആൻസർ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. സോ നിങ്ങൾക്ക് മാർക്കറ്റ് പ്രൊഫൈൽ സ്ട്രക്ചറിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഓർഡർ ഫ്ലോ വെച്ച് നമ്മൾ എങ്ങനെ ട്രേഡ് ചെയ്യണം എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ഒരാഴ്ചത്തെ ഫ്രീ ട്രേഡ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ആ ഒരാഴ്ചത്തെ ഫ്രീ ട്രേഡിൽ നിങ്ങൾ നമ്മുടെ ലൈവ് റൂം ഗൂഗിൾ മീറ്റ് വഴിയുള്ള ലൈവ് റൂമിൽ നമ്മൾ എങ്ങനെ ട്രേഡ് ചെയ്യുന്നു, എന്തൊക്കെ കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നു, എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ പറയുന്നതാണ്. നിങ്ങൾക്ക് അത് കേട്ട് അത് താല്പര്യമുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഒരു കൂടി നന്ദി. എന്ത് കാര്യങ്ങളും മാർക്കറ്റ് പ്രൊഫൈലിനെ കുറിച്ചും നമ്മളെ ഗൂഗിൾ മീറ്റിനെ കുറിച്ചും നമ്മളെ ലൈവ് ട്രേഡിംഗ് റൂമിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ട്രയൽ പാക്കിനെ കുറിച്ചൊക്കെ അറിയാനുണ്ടെങ്കിൽ നമ്മളെ തമിഴിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാവർക്കും നല്ലൊരു വിനായക ചതുർത്ഥി നേർന്നുകൊണ്ട് ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ടേക്ക് കെയർ. ബൈ ബൈ.